സ്കൂൾ വേനൽ അവധി മഴക്കാലത്തേക്ക് മാറ്റുന്നതിൽ പൊതുചർച്ചയ്ക്ക് തുടക്കമിട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മഴക്കാലമായ ജൂൺ ജൂലൈ മാസങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് പലപ്പോഴും സ്കൂളുകൾക്ക് അവധി നൽകേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ ഈ ആലോചന. വ്യക്തിപരമായ അഭിപ്രായമാണെന്നും എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ അറിയിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. അപ്പോൾ ഈ മഴക്കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ട് കുട്ടികൾക്കുണ്ടാകും. ഏപ്രിൽ മെയ് മാസം അവധി കൊടുത്താൽ എങ്ങനെ ഇരിക്കും? എടുത്ത് 2 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ എങ്ങനെ ആവുമെന്നെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ വ്യക്തിപരമായ എൻ്റെ ഒരു ആലോചനയും ചില വിദ്യാഭ്യാസ പണ്ഡിതന്മാരെല്ലാം നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോൾ ഞാനിത് പറഞ്ഞു വിചാരിച്ചിട്ട് ഇപ്പോഴേ ഇതിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ചർച്ച വേണ്ട. ഇത് നമുക്ക് ഗവൺമെൻറ് ആലോചിക്കണം. ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി മാത്രമേ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി കഴിയുള്ളൂ. ഞാൻ ഈ പറഞ്ഞ മെറിറ്റും ഡീമെറിറ്റും ഈ കാര്യത്തിലുണ്ടെന്ന കാര്യം പറയാം. TS ഹരികൃഷ്ണയാണ് വിവരങ്ങളുമായുള്ളത്. ഹരി, നെഗറ്റീവായ ചർച്ചകൾ വേണ്ട, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണല്ലോ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മുടെ മാറിയ കാലാവസ്ഥാ അന്തരീക്ഷത്തിൽ ഇപ്പോൾ കുറെ കൂടി അപകടകരമാണ്. നേരത്തെയും മഴക്കാലമാണെങ്കിലും കുറെ കൂടി അപകടകരമാണ് ഇപ്പോഴത്തെ കാലവർഷക്കാലം. അപ്പോൾ അവധി കൊടുത്തതിനെ കുറിച്ചുള്ള ഒരു ഗൗരവതരമായ ആലോചനയ്ക്ക് മന്ത്രി തുടക്കമിടുകയല്ലേ? ഇക്കാര്യത്തിൽ മറ്റെന്തെങ്കിലും പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? മാത്രമല്ല, ഈ പഠന കലണ്ടർ തയ്യാറാക്കുമ്പോൾ അത് പിന്നീട് +2 കഴിഞ്ഞ് അടുത്ത പ്രവേശനമൊക്കെ കണക്കാക്കിയും ഒക്കെയാണല്ലോ. എങ്ങനെയാണ് ഇതിലെ ചർച്ചകൾ വരാൻ പോകുന്നത്? പഠന കലണ്ടറൊക്കെ ഇതിൽ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതൊരു ക്രിയാത്മകമായ ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്നുള്ള രീതിയിൽ ഇത് മാധ്യമങ്ങളോട് പറയുകയും ചർച്ചകളും നിർദ്ദേശങ്ങളും ഒക്കെ ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൽ പല കാര്യങ്ങൾ, പല ഘടകങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. പ്രധാനമായും ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ, പ്രത്യേകിച്ച് മഴക്കാലമാണ്, കാലവർഷമൊക്കെ ശക്തമാവുമ്പോൾ ഓരോ ജില്ലകളിലും അലർട്ടൊക്കെ കൊടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് കുട്ടികൾക്ക് സ്കൂളുകളുടെ അവധി കൊടുക്കണം. അപ്പോൾ അത് കുട്ടികളുടെ പഠനത്തെ കാര്യമായി ബാധിക്കുന്നു എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും മഴക്കാലത്ത് വെള്ളമാണ് പ്രശ്നമെങ്കിൽ വേനൽക്കാലത്ത് വെള്ളമില്ലാത്തതാണ് പ്രശ്നം. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചൂട് പൊതുവെ കൂടുതലായിരിക്കും. ആ സമയത്തൊക്കെ വരൾച്ചയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളത്തിനൊക്കെ പ്രശ്നമില്ല, ജലദൗർലഭ്യമൊന്നും ഉണ്ടാവാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ആശങ്ക വരുന്നില്ല എന്ന് ചില വിദഗ്ധരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പഠന കലണ്ടറൊക്കെ ആ രീതിയിൽ തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ മാർച്ചിൽ പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കുട്ടികൾക്ക് അവധി. അത് കഴിഞ്ഞ് ജൂണിൽ സ്കൂൾ തുറന്ന് അടുത്ത അധ്യയന വർഷം ആരംഭിക്കുകയാണ്. പക്ഷെ അത് മാറുകയാണെങ്കിൽ ഏപ്രിൽ മെയ് വരെ പഠനം നീളും. അത് കഴിഞ്ഞ് ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും അവധി നൽകുക. പിന്നെ അടുത്ത അധ്യയന വർഷം അത് കഴിഞ്ഞായിരിക്കും. ആ രീതിയിലേക്ക് കലണ്ടർ മാറുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ ഒരു രക്ഷകർത്താക്കളുടെ അഭിപ്രായം തേടുന്നുണ്ട്, അധ്യാപകരുടെ അഭിപ്രായങ്ങൾ തേടുന്നുണ്ട്. ഈ മാറ്റം കുട്ടികളുടെ പഠനത്തെ എങ്ങനെ ബാധിക്കും, അവരുടെ ആരോഗ്യത്തെ, മാനസിക ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളതൊക്കെ ചർച്ച ചെയ്ത് പഠിച്ച ശേഷം മാത്രമേ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു അവസാന തീരുമാനത്തിലേക്ക് എത്തൂ. ശരി, ഏതായാലും ഒരു ചർച്ചയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി തുടക്കമിട്ടിരിക്കുകയാണ്. ജൂൺ ജൂലൈ മാസത്തിൽ മഴക്കാലത്ത് സ്കൂളുകൾക്ക് വേനൽ അവധി മാറ്റി മഴക്കാല അവധി, വർഷകാല അവധി നൽകിയാൽ എന്ത് എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ആ പ്രതികരണത്തിന്റെ രത്നച്ചുരുക്കം. എന്തായാലും ചർച്ചകൾ നടക്കട്ടെ. നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചപ്പോൾ നമ്മുടെ പാഠ്യപദ്ധതിയിലും രീതികളിലുമൊക്കെ മാറ്റം അനിവാര്യമായും വരും. പക്ഷേ ഇതിൽ ഇനി ഈ കാലാവസ്ഥയൊക്കെ കൃത്യമായി നിരീക്ഷിക്കുന്ന, ഈ സമയത്ത് കുട്ടികളുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കുന്ന, അവരുടെ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കുന്ന, പഠനത്തെ എങ്ങനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കുന്ന, അങ്ങനെ എല്ലാ ഘടകങ്ങളും പരിശോധിക്കുന്ന വിദഗ്ധരുടെ ഉൾപ്പെടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ തീരുമാനത്തിലേക്ക് എത്തുക. വിദഗ്ധ പഠനം നടത്തിയ വേനൽ അവധിയിൽ മാറ്റം വരുത്താനാവൂ എന്നൊരു പ്രതികരണം ഇപ്പോൾ വരികയാണ്. ഇടത് അധ്യാപക സംഘടനയായ KSTAയുടെ പ്രതികരണമാണത്. പോസിറ്റീവായി തന്നെ മന്ത്രിയുടെ നിർദ്ദേശത്തെ കാണുന്നുവെന്നും KSTA നിർദ്ദേശത്തെ എതിർക്കുകയോ സ്വാഗതം ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി A. നജീബ് പറഞ്ഞു.